മഹദിയായ ആയിഷ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഒരു സാധുവായ ഒരു സഹോദരിയും അവരുടെ കൂടെ 2 പെൺകുട്ടികളും വരികയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ 3 കാരക്കകൾ അവർക്ക് നൽകി. ആ സഹോദരി തൻ്റെ കൂടെയുണ്ടായിരുന്ന 2 പെൺകുട്ടികൾക്ക് ഓരോ കാരക്ക കൊടുത്തു. 3ാമത്തെ കാരക്ക താൻ കഴിക്കാൻ വേണ്ടി വായിലേക്ക് വെക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു കുട്ടി അത് ആവശ്യപ്പെടുകയാണ്. അപ്പോ ആ സഹോദരി താൻ കഴിക്കാൻ ഉദ്ദേശിച്ച ആ കാരക്കയെ 2ആക്കി പകുത്ത് ഓരോ കുട്ടികൾക്കും കൊടുക്കുകയാണ്. ഈ സംഭവം അരങ്ങേറി ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കൗതുകപൂർവ്വം കണ്ടു നിന്നു. അങ്ങനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടണഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം നമ്മുടെ ഉമ്മ പങ്കുവെക്കുകയാണ്. നബിയെ, ഇങ്ങനെ സംഭവിക്കുകയുണ്ടായി. 3 പേർക്കും അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൊടുത്ത കാരക്ക ആ ഉമ്മ തൻ്റെ വിശപ്പടക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴേക്കും കുട്ടികൾക്ക് അത് ആവശ്യമാണെന്ന് കരുതിയപ്പോൾ തൻ്റെ ആവശ്യത്തെ മാറ്റിവെച്ച കുട്ടികളെ തീറ്റിപ്പിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുത്ത ഒരു മറുപടിയാണ് ഇന്ന് നമ്മുടെ ഖുത്ബയുടെ വിഷയം. സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹിമാ അൽ ജന്ന അവ യഅതഖഹാ ബിഹിമാ മിനൻ നാർ. ഈ സഹോദരിക്ക് ആ 2 പെൺകുട്ടികളോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗപ്രവേശനമോ അല്ലെങ്കിൽ നരകമോചനമോ നൽകിയെന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പെൺകുട്ടികളെ കിട്ടിയ മാതാക്കളും പിതാക്കളും സന്തോഷിക്കണമെന്നാണ്. കാരണം പെൺകുട്ടികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഇടങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പെൺകുട്ടികളുടെ വിഷയത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്തിലുള്ളത്. ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സുഹൃത്തിന്, ഒരു സഹോദരിക്ക് പെൺകുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാണെന്ന് അറിയുന്നതോടുകൂടെ ദേഷ്യം കൊണ്ട് ക്രോധഭാവത്താൽ അവന്റെ മുഖം ഇരുണ്ടടഞ്ഞു പോകുമെന്നാണ്. ഭയങ്കരമായ വ്യതയോടുകൂടെ അവർ അതിനെ സ്വീകരിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് എന്താ ചെയ്യാ? അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് പറയണ്ടേ, യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. അവർക്ക് നൽകപ്പെട്ട ആ സന്തോഷ വാർത്ത മാലോകരെ അറിയിക്കാതെ ചില ആളുകൾ അതിനെ പിന്നെ ഒളിച്ചു വെക്കുമെന്നാണ്. അങ്ങനത്തെ ഒരു കുട്ടി തൻ്റെതാണെന്ന് പറയാൻ പോലും മടിച്ചിരുന്നൊരു കാലുണ്ടായിരുന്നു എന്നാണ്. ഔ യുംസികുഹു അലാ ഹൗനിൻ, അല്ലെങ്കിൽ അപമാനത്തോടുകൂടെ വെച്ച് പുലർത്തിക്കൊണ്ട് ഇങ്ങനെ പോകുമെന്ന. കുറച്ചുകൂടെ ആളുകൾ കുറച്ച് പിന്നെ കടന്ന കൈ പ്രവർത്തിച്ചെന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അം യദുസ്സു ഫിത്തുറാബ്. ചില ആളുകൾ ജീവനോടുകൂടെ ആ കുഞ്ഞിനെ അങ്ങോട്ട് കുഴിച്ചു മൂടിയിരുന്നു എന്ന. അലാ സാഅ മാ യഹ്കുമൂൻ, എത്ര മോശമായ തീരുമാനമാണ് അവർ എടുത്തത് എന്ന് റഹ്മാനായ റബ്ബ് അവരെ വിമർശിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് കുഴിച്ചു മൂടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നേരത്തെ പറഞ്ഞ ആ 2-3 സംഭവം ഇന്നും ഉണ്ട് എന്നതൊരു സത്യമാണ് എന്നതല്ലേ യാഥാർത്ഥ്യം? ഭാര്യ പ്രസവിച്ചു, എന്ത് കുട്ടിയാ? അത് പെൺകുട്ടിയാണെന്ന് പറയുന്നിടത്ത് ആൺകുട്ടിയെ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം എന്തേ പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും വരുന്നില്ല. നല്ലോണം ആലോചിക്കേണ്ട കാര്യമാണ്. ആൺകുട്ടിയാണല്ലേ നിനക്ക് കിട്ടിയത് എന്ന് കേൾവിക്കാരൻ പറയുന്നൊരു സന്തോഷം പെൺകുട്ടിയാണ് ഭാര്യ പ്രസവിച്ചതെന്ന് അറിയുമ്പോൾ കേൾവിക്കാരനുമില്ല, പല ആളുകൾക്കുമില്ല. നഅൂദുബില്ല. ഒരു സഹാനുഭൂതിയോടുകൂടെയാണ് പെൺകുട്ടിയാണില്ലേ, എന്താ പെൺകുട്ടിയാണെങ്കിൽ അത് വലിയൊരു ഭാരമായി തീരൂലേ എന്ന്. അങ്ങനെയാണ് നഅൂദുബില്ല ഇന്നും ചില ആളുകളുള്ളത്. ഒരു സഹോദരിയെ കുറിച്ച് കേട്ടു, 3 പെൺകുട്ടികളാണ്. ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാ. എന്തേ കാരണം? കിട്ടിയത് മുഴുവനും പെൺകുട്ടിയായതുകൊണ്ട് സാമ്പത്തിക ബാധ്യത ആലോചിച്ചിട്ട് ഇപ്പോൾ തന്നെ ഒഴിവാക്കിയെന്നാണ്. ആലോചിച്ചു നിങ്ങൾ, അവനൊരു ഭർത്താവാണെന്ന് പറയാൻ പറ്റും സുഹൃത്തുക്കൾ. തവക്കുലൊക്കെ 7 അടുത്തുകൂടെ പോയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും നടക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ അവസ്ഥകളാണ് ഈ പറയുന്നത്. ഭാര്യ പ്രസവിക്കുന്നത് മുഴുവനും പെൺകുട്ടിയായതുകൊണ്ട് വീട്ടിൽ സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ മരുമകൾക്ക് നിന്നു പോകാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ കൈകളിലുള്ള സംഗതിയാണോ സുഹൃത്തുക്കളെ? ആളുകൾക്ക് ദീനറിയാത്തതിന്റെ വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വിചാരിക്കും ആൺകുട്ടികളെ കിട്ടിയാലല്ല എന്ന്. അങ്ങനെയല്ല. പെൺകുട്ടികളെ കിട്ടിയാൽ എല്ലാം തീർന്നു, അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅസാ അൻ തക്റഹു ഷൈആ
നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് ഒരു പക്ഷേ വെറുപ്പുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ആദ്യം വെറുപ്പ് വെച്ച് പുലർത്തുന്ന വിഷയത്തിലായിരിക്കും. റബ്ബ് പറയാ, നിങ്ങൾക്കൊരു പക്ഷെ വെറുപ്പ് തോന്നിയ വിഷയത്തിലായിരിക്കും ഭാവിയിൽ ഖൈറുണ്ടാവുക എന്നാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കൾ റബ്ബ് കൊടുത്തു. 4 പെൺകുട്ടികളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അവസാനം ഉണ്ടായിരുന്നതും ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അതൊരു ഭാഗ്യക്കേടായിക്കൊണ്ടല്ല കണ്ടിട്ടുള്ളത്, അത് സൗഭാഗ്യത്തിന്റെ ചിഹ്നമായിക്കൊണ്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളെ കിട്ടുന്ന ഭാര്യ പിന്നെ ഒരു ഭർത്താവിനോടും ഭാര്യയോടും പറയുന്ന ചില വാചകങ്ങൾ, ചില സന്തോഷത്തിന്റെ അറിയിപ്പുകളുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പിന്നെ ഭർത്താക്കന്മാരെ, നല്ലോണം ആലോചിച്ചോളൂ. നമ്മുടെ മനസ്സിൽ കയറി വെക്കേണ്ട സംഗതിയാണ്, കൊത്തിവെക്കേണ്ട ഹദീസാണ്. പെൺകുട്ടികളെ കിട്ടിയ ആരെങ്കിലും സമൂഹം ഈ നിലക്ക് കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ വേദന കടിച്ച് തിന്നുന്നുണ്ടോ? ഇന്ന് നിർത്തണം ആ വേദന, ഇന്ന് നിർത്തിക്കൊള്ളണം ആ പരിവട്ടം. അള്ളാന്റെ റസൂല നമ്മോട് സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞത്. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞേ? മനാല ജാരിയതൈനി, ആരെങ്കിലും 2 പെൺകുട്ടികളെ നന്നായി കൊണ്ട് വളർത്തുകയാ, ഹത്താ തബ്ലുഗ, അവർ പ്രായപൂർത്തിയാകുന്നത് വരെ. എങ്കിലോ ജാ യൗമൽ ഖിയാമത്തി അന വഹുവ വളമ്മ അസ്വാബിഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നാളെ അവൻ പരലോകത്ത് വരും, ഞാനും അവനും വരുന്ന. വളമ്മ അസ്വാബിഹു, പ്രവാചകൻ തന്റെ വിരലുകൾ ചേർത്തി വെച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളെ കിട്ടിയിട്ട് പോലെ നല്ല നിലക്ക് അവർക്ക് കൊടുക്കേണ്ട ഹക്കുകളൊക്കെ കൊടുത്തൊരു മാതാവും പിതാവും സുഹൃത്തുക്കളെയും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ചാരത്ത് പങ്കിടാൻ അവസരം കിട്ടുമെന്നാണ്. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ തുദിരികുഹു ബിൻതാനി, 2 പെൺകുട്ടികളെ കിട്ടിയ ഒരു മുസ്ലിമിന്, എന്നിട്ടോ ഫയുഹ്സിനു സുഹബതഹുമാ, അവൻ ആ 2 കുട്ടികളോട് മാന്യമായി കൊണ്ട് നന്മയിൽ വർത്തിച്ചു എന്നാണ്. അത് ഏതാണ് നന്മയിൽ വർത്തിക്കാന്നുള്ളത് ഞാൻ പറയും. നന്മയിൽ വർത്തിച്ചെങ്കിൽ ഇല്ല അദ്ഖലതാഹു അൽ ജന്ന, ഈ 2 കുട്ടികൾ ആ മനുഷ്യനെ, ആ സഹോദരനെ, ആ സഹോദരനെ സ്വർഗത്തിലേക്ക് എത്തിക്കാതിരിക്കുകയില്ല എന്നാണ്. സ്വർഗം എന്നാണ് പറഞ്ഞത് സുഹൃത്തുക്കളെ, പെൺകുട്ടികളുടെ വിഷയത്തിൽ സ്വർഗം എന്ന് പറഞ്ഞത്. അതെന്താ അങ്ങനെ? പെൺകുട്ടികളെ കിട്ടിയവനെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്, നല്ലോണം ആലോചിക്കണം. പെൺകുട്ടികളെ കിട്ടിയ സ്വർഗം എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾ സ്വർഗത്തിൽ എത്തും, അതല്ല. അവിടെ പറഞ്ഞ 2 ഹദീസിൽ നമ്മൾ കണ്ട വാക്ക് എന്താ? നന്നായി അവരെ വളർത്തിയെന്നതാ. എന്താ ഈ നന്നായി വളർത്തുക എന്ന് പറഞ്ഞാൽ? കുറെ തിന്നാനും കൊടുക്കാൻ അർത്ഥത്തില്ല, അല്ലെങ്കിൽ ചോദിച്ചതൊക്കെ കണ്ട് എടുത്തു കൊടുക്കാൻ അർത്ഥത്തില്ല. അങ്ങനെയാണെങ്കിലും പല ആളുകളും സ്വർഗത്തേക്ക് എത്തും. അവിടെയല്ല, അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യം. എങ്ങനെയാണ് ആ നന്മ? പെൺകുട്ടികൾക്ക് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടരെ? അത് ആൺകുട്ടികളെ വളർത്തുന്നതിനേക്കാൾ കുറച്ച് ക്രൈസിസ് ഉണ്ട് പെൺകുട്ടികളെ വളർത്തുന്നത്. വെറുതെ അല്ല സ്വർഗം പറഞ്ഞത്. സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ കുറച്ച് ക്രൈസിസ് ഉണ്ടാവുന്ന പഠിച്ചാലേ. സ്വർഗം തരാന്ന് പഠിച്ചും പറഞ്ഞ് ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിക്കോളയും അവിടെ ഒരല്പം ശ്രദ്ധയും ഒരല്പം ത്യാഗവും ഉണ്ടാകും. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ വളർത്തുന്നത്. ഇന്ന് ആണും പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ സംഭവമായി നടക്കുന്ന ആളുകളുണ്ട്. ഓർക്കൊന്നും കുടുംബമല്ല എന്നുള്ള സത്യം. ഓൽക്കുന്നതിന്റെ ഒരു അസ്വരും ഒരു അടിസ്ഥാനം അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ശരി, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഇഹ്സാൻ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്? അവിടെയാണ് പണ്ഡിതന്മാർ ഓരോന്നും നമ്മളെ പഠിപ്പിച്ച് അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ള സുഹൃത്തുക്കളെ പറയുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും നല്ലോണം ശ്രദ്ധിക്കണം. ഒന്നെന്താണെന്നറിയോ? ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തർബിയത്തുൽ ഇസ്ലാമിയത്താണ്. ഇവിടെ നന്മ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഭൗതിക സൗകര്യങ്ങൾ അത് ഏതായിരുന്നാലും എല്ലാവരും കൊടുക്കും. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്, നമ്മുടെ മക്കളെ നല്ല തീറ്റിപ്പിക്കണം. നമ്മൾ എടുക്കുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ച്, ബാക്കിയുള്ളവരെ പോലല്ല, നമ്മുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ വസ്ത്രം കൊടുക്കണം, പഠിപ്പിക്കണം, ഒക്കെ ചെയ്യണം. അതോടൊപ്പം ഇസ്ലാം ഏറ്റവും നന്നായിക്കൊണ്ട് ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഒരു പെൺകുട്ടിയെ കിട്ടിയ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ വിഷയത്തിൽ വേണ്ടെന്നല്ല, അതെല്ലാവരും കൊടുക്കുന്ന സംഗതിയാണ്. പക്ഷെ പെൺകുട്ടികളുടെ വിഷയത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാണ് നല്ല തർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ശിക്ഷണം, ഇസ്ലാമിക തർബിയത്തിൽ ഒരു കുട്ടിയെ വളർത്താൻ നമുക്ക് കഴിയണം. കാരണം അൽ ഉമ്മു തബ്നിൽ ഉമ്മ, പണ്ഡിതന്മാർ പറയും ഒരു സ്ത്രീ അവളൊരു സമൂഹത്തെ പിന്നെ വാർത്തെടുക്കുന്നവരാണെന്നാണ്. ഇന്നത്തെ പെൺകുട്ടിയാണ് നാളത്തെ ഉമ്മ. ആ ഉമ്മയാണ് നാളെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത്. ആ ഉമ്മാക്ക് ഒരു 5 കുട്ടികളെ പടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 കുട്ടികളും എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നിടത്ത് വലിയ റോളാണ് ഒരു പെണ്ണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഒരു സഹോദരിയുടെ, ഒരു പെണ്ണിന്റെ, ഒരു സ്ത്രീയുടെ സാന്നിധ്യം എന്നുള്ളത് വലിയ സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പം മുതൽ തന്നെ നല്ല തർബിയത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. മനസ്സിലേക്ക് നന്മകൾ ആവാഹിച്ചു കൊടുക്കാൻ കഴിയണം. മൃദുലതയോടുകൂടെ പെരുമാറാൻ നമുക്ക് കഴിയണം. ഏറ്റവും സോഫ്റ്റ് ആയിക്കൊണ്ട് പെരുമാറാൻ ആൺകുട്ടികളെ പോലെയല്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആയിക്കൊണ്ട് അവരോട് നിൽക്കാൻ കഴിയണം. അതിനർത്ഥം ആൺകുട്ടികളോട് ചാടിക്കയറാൻ പറ്റും, ഇവരോട് അങ്ങനെ നല്ല അർത്ഥത്തിലല്ല.
നമ്മൾ പെൺകുട്ടികൾ കുറച്ചുകൂടി ഇമോഷണലാണ്, പെട്ടെന്ന് സങ്കടം വരുന്ന, പെട്ടെന്ന് പ്രയാസം വരുന്ന ആ നിലക്കായതുകൊണ്ട് തന്നെ അവരുടെ രണ്ടാണ്. ലൈസ ദക്കറു കല്ലുൻസ, ആണ് പെണ്ണിനെ പോലെ അല്ല എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികളോടുള്ള പെരുമാറ്റമല്ല പെൺകുട്ടികൾ. കുറച്ചുകൂടി നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെന്താ അറിയാം, ഓരോ ഘട്ടത്തിലും അവർക്ക് കിട്ടേണ്ട ബോധവൽക്കരണം എവിടുന്ന് കിട്ടണം? നമ്മുടെ പെരേന്ന് കിട്ടണം, നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിൽ ഏറ്റവും വലിയ റോൾ എന്താണെന്നറിയോ സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിച്ചോളയും, നിങ്ങൾക്കാണ് ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത്. ഫാത്തിമ ബീവിനെ കുറിച്ചിട്ട് നമ്മൾ വമ്പ സംഭവമായിട്ട് പറയില്ലേ അല്ലേ? നമ്മളൊക്കെ ഫാത്തിമ ബീവിനെ കുറിച്ച് 100 നാവല്ലേ നമുക്ക്. അതെങ്ങനെ ഉണ്ടായത് സുഹൃത്തുക്കളെ? ഫാത്തിമ ബീവിന്റെ ഉമ്മ ആരാ? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആ ഖദീജ റളിയല്ലാഹു അൻഹയാണ് ഫാത്തിമ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ ആ നിലക്ക് ആക്കണത്. നല്ലോണം നമ്മൾ ആലോചിക്കണം. ഫാത്തിമ ബീവിയെ വളർത്തുന്നിടത്ത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത പങ്ക് നമ്മൾ നല്ലോണം ആലോചിക്കണം. എല്ലാം ഈയിടെ നോക്കിക്കോന്നല്ല, നമുക്കും ബാധ്യതയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ബാധ്യത സഹോദരിമാർക്കാണ്, ഉമ്മമാർക്കാണ്. നല്ലോണം നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും, ഒരു സ്ത്രീക്കാണ് സ്ത്രീയുടെ കാര്യങ്ങൾ ശരിക്കറിയാം. വളർന്നു വരുന്ന ഓരോ സമയത്തും ഉണ്ടാകുന്ന അവരുടെ മാനസിക ശാരീരിക വളർച്ചയെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു പെണ്ണ് ഈ പ്രായത്തിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഉപ്പാനേക്കാളും കൂടുതൽ അറിയുക ഉമ്മമാർക്കാണ്. അതുകൊണ്ട് ആ ഉമ്മമാർ ആ വിഷയത്തിൽ പ്രത്യേകം ജാഗ്രത കാണിക്കണം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നിടത്ത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ, അന്യരാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. 2-3 പേര് നമ്മുടെ സമൂഹത്തിൽ എന്താ അറിയുന്നത്? ഒന്ന് അങ്കിളാണ്, ഒന്ന് കസിനാണ്. 2-3 പേരെ കുട്ടികൾക്ക് അറിയുള്ളൂ. ആ അങ്കിളിന്റെയും കസിന്റെ ഇടയിൽ എന്തായി, ഓല് കണ്ട പോതിൽ എല്ലാ ആളുകളും വന്നു. അതാരാ? അത് നമ്മളെ കസിൻ സിസ്റ്ററാണ്, കസിൻ ബ്രദറാണ്, കഴിഞ്ഞു. പിന്നെ മെഹറമൊന്നല്ല അവിടെ വിഷയം. അതിൽ ആരാണ് ഒരു പെണ്ണിന് മെഹറമായിട്ടുള്ളത്? വിവാഹബന്ധം നിഷിദ്ധമായത് ആരാണ്? അവർക്ക് കൃത്യമായി കൊണ്ടൊരു പെണ്ണിനെ അറിയണം. വാപ്പാർക്കും അറിയണം, അമ്മമാർക്കും അറിയണം ആരൊക്കെ എൻ്റെ കുട്ടിക്ക് മെഹറമായിട്ടുള്ള ആളുകൾ. അത് ചിലപ്പോൾ വീട്ടിലുണ്ടാവും, സ്വന്തം വീട്ടിലുണ്ടാവും. എനിക്കൊരു അനിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അനിയന്റെ കുട്ടി, എനിക്ക് ഒരു അനിയനോ ഏട്ടനുണ്ടെങ്കിൽ അവന്റെ ഒരു കുട്ടി എന്റെ കുട്ടിക്ക് കല്യാണം കഴിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ എളാപ്പ മൂത്താപ്പാന്റെ മക്കൾക്ക് ഇങ്ങോട്ട് കല്യാണം കഴിക്കാൻ വകുപ്പുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഒരു തമ്മിൽ ഒരു അന്യനെ പോലെ തന്നെ എന്താക്കണം, കാണേണ്ടതാണ്. ആ ബൈക്കുമ്പോൾ വിടാൻ പറ്റൂല, കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റൂല, അവർ തമ്മിൽ ഒറ്റയ്ക്ക് ആയിരിക്കാൻ പറ്റൂല. ഒരു അന്യൻ ആരാണ് എന്ന കൃത്യമായ ബോധ്യവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം. നമ്മളിങ്ങനെ പലപ്പോഴും കയറൂരി വിടണം, ആ സ്കൂളൊക്കെ ഉണ്ടാക്കണേ, ഇന്നാളെ ധാരെ കൊണ്ടോണേ. നമ്മൾ പെരത്തൊക്കെ നമ്മൾ ആളുകൾ തന്നെ ആയിരിക്കും, പക്ഷെ വീട്ടിന്റെ ഉള്ളിലും അന്യരുണ്ട്. ആ ബോധം നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ നാട്ടിലത്തെ പറയാൻ പറ്റാത്ത പല സംഗതികൾ ഒരു പക്ഷേ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരാണും ഒരു പെണ്ണും തനിച്ചാകാൻ പാടില്ല എന്നുള്ളതാണ്. തനിച്ചാകുന്നില്ല, മൂന്നാമതായിക്കൊണ്ട് പിശാച് വരാതെ എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിശാച് എന്തെങ്കിലും ഒരു തക്കം പാത്തിരിക്കുകയാണ്. അതിനുള്ള വടി, അതിനുള്ള പഴുത്, അതിനുള്ള ഡോറ് നമ്മൾ കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് പെൺകുട്ടികളോട് ആരാണ് അന്യർ? ഫ്രണ്ട്സ് എന്ന് പറയാം. എന്റെ ഫ്രണ്ട്സാണ്, യെസ് ഫ്രണ്ട്സാണ്. ഒരു അതിർവരമ്പുണ്ട് അല്ലേ? ക്ലാസ്സിൽ അസൈൻമെന്റ് ചെയ്യാനും പിന്നെ സെമിനാറിൽ പങ്കെടുക്കാനൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ആരാണ് ആ ഫ്രണ്ട്സ്? എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം? അതിന് ഉമ്മാന്റെ വായിന്ന് കിട്ടണം. അത് ഉമ്മാക്ക് പറയാനുള്ള ഒരു യോഗ്യത ഉമ്മയും കാണിച്ചു കൊടുക്കണം. നമ്മുടെ പേരേക്ക് വരുന്ന മീൻകാരനും നമ്മുടെ പേരേക്ക് വരുന്ന ബാക്കിയുള്ള അന്യരും എന്നും വരുന്ന ആളുകളായിരിക്കും. ഗ്യാസ് കുറ്റിക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു അന്യ ആണാണോ അവനോട് സംസാരിക്കുന്ന ടൂണിൽ പോലും വ്യത്യസ്തപ്പെടുത്തുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത് അല്ലേ? സ്വന്തം വാപ്പാനോടും ആങ്ങളയോടും സംസാരിക്കുന്ന ശൈലിയാകരുത് വീട്ടിലേക്ക് വരുന്ന അന്യ ആളോട് ഉണ്ടാക്കണം. കുറച്ചുകൂടി ബോൾഡ് ആയിക്കൊണ്ട് സംസാരിക്കാൻ കഴിയണം. ആ ബോൾഡ് ആ കുട്ടി പഠിക്കേണ്ടത് മദ്രസേനെക്കാട്ടിലും മുമ്പിൽ ഉമ്മാന്റെ ജീവിതത്തിൽ നിന്നായിരിക്കണം. എന്റെ ഉമ്മ ഇങ്ങനെയാണ്. അങ്ങനത്തെ ഉമ്മമാരാകാൻ നമുക്ക് കഴിയണം. അങ്ങനത്തെ വാപ്പമാരാകാൻ പ്രിയമുള്ളവരെ നമുക്കും കഴിയണം. അന്യർക്ക് മുമ്പിൽ എങ്ങനെയാണ് തന്റെ സംസാരം, തന്റെ പെരുമാറ്റം, തന്റെ വസ്ത്ര രീതി, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ആകണം, എന്തൊക്കെ ആകാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി കൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. അവനാണ് സ്വർഗത്തിൽ. അവനാണ് സ്വർഗത്തിൽ. നല്ല സഹവാസം എന്ന് പറഞ്ഞില്ലേ, അത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ്. വസ്ത്ര രീതിയെ കുറിച്ച് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടില്ല. അതാണ് ഇന്നത്തെ വസ്ത്രം. നഊദുബില്ലാഹി, പരിശുദ്ധമായ മിമ്പറെന്ന് പറയാൻ പറ്റാത്ത അത്രയും മോശമാണ് പല ആളുകളുടെയും വസ്ത്ര രീതി. എല്ലാവരും തങ്ങിലേക്ക് നോക്കണം. ചെറിയ LP കുട്ടികൾ പോലും നിങ്ങൾ ആ സ്കൂളിലൊക്കെ ഒന്ന് പോയേക്കണ്ടേ അല്ലേ? മുഖത്ത് ഇടാത്തൊരു സംഗതി ബാക്കി ഉണ്ടാവില്ല, ചുണ്ടും മഞ്ഞ് തേക്കാത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഉമ്മാന്റെ വാപ്പാന്റെ മുമ്പ് കൂടെ അല്ലേ ആ കുട്ടി പോണത്? ഇത് കണ്ടില്ലേ നമ്മള്?
അല്ലേ? അത് കാലഘട്ടത്തിന്റെ തേട്ടല്ലേ എന്നാണ്. പോകും, കാലഘട്ടത്തിന്റെ തേട്ടൊക്കെ തന്നെ ആയിരിക്കും. അത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേറെ ഉണ്ട് കുറെ തേട്ടങ്ങളെ. അതിങ്ങനെ അവരുടെ പിന്നെ ഉദ്ദേശിക്കുന്നത്തേക്കൊണ്ട് എത്തും. പിന്നെ എല്ലാം തകരുമ്പോഴായിരിക്കും നിലവിളിക്കേണ്ടി വരിക. അതുകൊണ്ട് പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാന്റെ റസൂലെ നമ്മളോട് പറഞ്ഞത് വളരെ ക്ലിയർ ആയിക്കൊണ്ടാണ്. ഒരു അനർത്ഥവും സംഭവിക്കാതിരിക്കാനാ ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനൊക്കെ കണ്ണടച്ച് അതൊക്കെ ഇങ്ങനെ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ അല്ലേ, കാലെങ്ങനെയൊക്കെ അല്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒന്നല്ല, കുട്ടികൾക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു വാഴത്തണ്ടുകളെ പോലെ ആയിക്കഴിഞ്ഞാലേ അത് പ്രശ്നമാണ്. ഒരു കാറ്റ് വരുമ്പോഴേക്കും ഇങ്ങോട്ട് വീണ വാഴത്തണ്ട് കണ്ടില്ലെങ്കിൽ അതുപോലത്തെ ഒരു അവസ്ഥ നമ്മൾ ആകാൻ പാടില്ല എന്നാണ് പറയുന്നത് ചുരുക്കം. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം പ്രിയമുള്ളവരെ. വീടാണ് ഒരു സ്ത്രീക്ക് ഉത്തമം. അതിൻ്റെ അടുത്ത് അവൾ പഠിക്കാൻ പോകണ്ടെന്നൊന്നുമല്ല, അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയത്തിൽ ഊല, ജാഹിലിയത്തിലെ പെണ്ണുങ്ങൾ ഇറങ്ങി നടന്ന് വിലസിരുന്നത് പോലെ പ്രിയമുള്ള വിശ്വാസിനികളെ നിങ്ങളാകരുത്. നമ്മുടെ നാട്ടും പുറച്ചുള്ള ആളുകളെ പോലെയല്ല. വിശ്വാസിനികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ലോകത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നവരല്ല. ഈ കണ്ണടക്കുന്നതോടുകൂടെ യഥാർത്ഥത്തിൽ രോഗം തുറക്കാനിരിക്കുന്നു എന്ന് പകൽ വെളിച്ചം പോലെ വിശ്വസിക്കുന്നവരോടാ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യം ചെയ്തേ പറ്റൂ, ശ്രദ്ധിച്ചേ പറ്റൂ. ഇതൊക്കെ എന്തിനാ സുഹൃത്തുക്കളെ? ഇതൊക്കെ അവനവന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അവനവന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. മഹറം ഇല്ലാതെ ഒരു ദിവസത്തിനപ്പുറത്തേക്കുള്ള യാത്ര പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈവച്ചതല്ല, നമ്മൾ ഒരു വരിഞ്ഞു മുറുക്കിയതല്ല. പല ആളുകൾ അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. വരും തലമുറയെ അങ്ങനെയാ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല, ഭയങ്കര ടൈറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളും ഇങ്ങനെ കേൾക്കുകയാണ്. ശരി തന്നെയാണല്ലോ. അല്ല, അതല്ല ശരി. നമ്മൾ പഠിക്കണം. ഒരു ആമയുടെ തോട് ഭയങ്കര ഭാരമാണ് നിനക്ക്, ഇതൊരു സേഫ്റ്റി അല്ല, കാണാൻ രസമല്ല എന്ന് പറഞ്ഞിട്ട് ആ തോട് അങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചളഞ്ഞ എന്തിനൊക്കെ അവസ്ഥ. ആ ആമയുടെ ഏറ്റവും വലിയ സേഫ്റ്റി ആ തോടാണ്. അത് കാണുന്നവർക്കാണ് അതൊരു അഭംഗിയും, കാണുന്നവർക്കാണ് അതൊരു വലിയ ഭാരവും. ആമക്കത് ഭാരമില്ലാന്ന് എന്ന് ആമക്ക് തോന്നുന്നുവോ അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. ഇസ്ലാം പറഞ്ഞ് നിർദ്ദേശിച്ച ജിൽബാബും നിഖാബും മറ്റേത് മറിച്ചതൊക്കെ സുഹൃത്തുക്കളെ അത് അവനവന്റെ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ അവളുടെ കൈ വെക്കേണ്ട ഇടങ്ങളിലൊക്കെ സമൂഹത്തിന്റെ ഉന്നതിക്കും സുസ്ഥിതിക്കും അവളുടെ നിർണായകമായ പങ്ക് വഹിക്കുന്നിടത്ത് ഈ പറയപ്പെട്ട എല്ലാ ആദാബുകളും പാലിച്ചുകൊണ്ട് ഇറങ്ങാനെടുത്ത് അവൾ ഇറങ്ങും വേണം. രണ്ടു ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു അബദ്ധത്തിൽ നമ്മുടെ മക്കൾ പോയി ചാടാതിരിക്കാനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും റബ്ബേ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിവ് നൽകി തിരിച്ചു കയറാനുള്ള തൗഫീഖ് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കണേ എന്ന നല്ലൊരു പ്രാർത്ഥനയോടുകൂടെ നന്നായി പ്ലാൻ ചെയ്ത് നമ്മുടെ മക്കളുടെ വിഷയം നല്ലോണം ആലോചിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് പോകുവാനും നമ്മുടെ പെൺകുട്ടികളെ കിട്ടുക എന്നല്ല പറഞ്ഞ് പെൺകുട്ടികൾക്ക് കിട്ടി അവർക്ക് കൊടുക്കേണ്ട സുഹബത്തെല്ലാം ക്ലിയറായി കൊണ്ട് കൊടുത്ത് ഈ പറയപ്പെട്ട റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന പറഞ്ഞ സന്തോഷ വാർത്ത. ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പെൺകുട്ടികളെ കിട്ടിയ മാതാവും പിതാവും ദുഃഖിക്കുകയല്ല, മറിച്ച് സന്തോഷിക്കാൻ കഴിയണമെന്നും അവരെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തി നല്ല നിലക്ക് ഒരവസ്ഥ വരെ അവർ ആ നിലക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിക്കൊണ്ട് മാറുക എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നുള്ളത് ഈ പറയപ്പെട്ട ശിക്ഷണം എല്ലാം കൊടുക്കുക മാത്രമല്ല, ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുക കൂടെ എന്താക്കണം പിതാവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് പല പിതാക്കന്മാരും കണ്ണിങ്ങനെ മഞ്ഞിപ്പോകുന്നൊരു ഘട്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിവാഹത്തിന്റെ സമയമാകുമ്പോൾ ഭയങ്കര ബേജാറായിരിക്കും. അത് എല്ലാ വാപ്പാർക്കും ഉണ്ടാവുന്ന സംഗതിയാണ്. എന്താകുന്ന അറിയില്ലല്ലോ, ഒന്നും ആകല്ല സുഹൃത്തുക്കളെ. നമ്മളോട് പറയുന്ന കുറച്ച് സംഗതികളുണ്ട്. വിവാഹം എത്തി നിൽക്കുന്ന സമയത്തും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ കാര്യം എന്താ? ഒരു പെൺകുട്ടിയുടെ പിതാവിനോട് പറയുകയാണെന്ത്, നിങ്ങളോട് നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഒരുത്തം വന്നു, അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയ മാനദണ്ഡം അവൻക്ക് ദീനുണ്ടോ, സ്വഭാവം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സ്വത്തൊരൽപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ദീനുണ്ട്, സ്വഭാവമുണ്ടെങ്കിൽ തവക്കുൽ ചെയ്ത് കെട്ടിവെച്ചു കൊടുത്തോളിയെന്നാണ്. ബാക്കിയുള്ള കാര്യം പടച്ചു നോക്കിക്കൊള്ളുന്നതാണ്.
മറ്റേതെന്താ, ദീന് വലിയൊന്നുമില്ല, സ്വഭാവം അത്രയും വലിയതല്ല, പക്ഷെ നല്ല പൈസയാണ്, നല്ല സമ്പത്താണ്, BMW വന്നിറങ്ങിയിട്ടുള്ളത്, ഒക്കെ ഉഷാറാണ്, ഓൻ്റെ നല്ല വാപ്പാൻ്റെയാണ്, വേറെ കാര്യം. ഞാൻ ഒക്കെ ഉണ്ടെന്നെ കൂട്ടുക, എല്ലാം ഉണ്ടെന്നെ കൂട്ടുക. അവിടെ അങ്ങോട്ട് കാണാൻ ചില ആളുകൾക്കുണ്ട് കണ്ണങ്ങോട്ട് മഞ്ഞളിച്ചു പോയി, പണത്തിന്മേൽ അങ്ങോട്ട് അത്രയും കാലം ഉഷാറായി കൊണ്ടുവന്നിട്ട് ഒരു തുമ്പും പാലും ഇല്ലാത്തൊരു ആദർശമൊന്നും ശരിയല്ലാത്തൊരാളുടെ കാര്യങ്ങൾക്ക് ഏൽപ്പിക്കും. അതോടുകൂടെ അവളുടെ ദുരന്തം അനുഭവിക്കുകയാണ്, തുടങ്ങുകയാണ് അവിടെ. ആദ്യ രാത്രി മുതൽ തൻ്റെ ജീവിതം ആരംഭിക്കുന്നിടത്ത് ആ കുട്ടി തിരിച്ചറിയുന്നത് ശരിയല്ല എന്നതാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു പരാതിയുമായി കൊണ്ട് ഹൻസ ബിൻത് ഖിദാം റളിയല്ലാഹു അൻഹ വന്നു. അൻസാരി വനിതകളിൽപ്പെട്ട ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഉപ്പ എന്നോട് ചോദിക്കാതെ എന്നെ ഇന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. തിരക്കടൊന്നുമില്ല, ദീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അദ്ദേഹത്തിന് അതില്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഫസ്ഖ് ചെയ്തോളാൻ, ത്വലാഖിനുള്ള ഫസ്ഖ് ചെയ്യാനുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള ലൈസൻസ് കൊടുത്തു. അവിടെ ഒരു വാപ്പാനത്ത് വേറെ വർത്താനൊന്നുമില്ല. ശൈലങ്ങള് അതെന്താണെന്ന് ആലോചിച്ച്, ദീനിനാണ് അവിടെ പ്രാമുഖ്യം, ദീനാണ് പ്രാമുഖ്യം. നല്ലൊരു ദീനുള്ള ഒരാളെന്ന് പരമാവധി നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് ബിസ്മീൻ ചൊല്ലി കൊടുക്കുന്നത് വരേക്കും പ്രിയമുള്ളവരെ ബാധ്യതയുണ്ട്. പ്രായപൂർത്തിയാണ് വരെ മാത്രം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായി നല്ലൊരു അന്വേഷണമൊക്കെ എത്തി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ബിസ്മീൻ ചൊല്ലി കൊടുക്കുന്നവരെ വല്ലാത്ത ബാധ്യത തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞൊന്നല്ല. ഇനി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ കൊടുത്ത് ഏൽപ്പിച്ച നമ്മുടെ ആ കുട്ടിയുടെ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ വിധി പ്രകാരം മരണപ്പെടുകയും മറ്റു ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം നേരെ പിതാവിലേക്ക് തന്നെ വരികയാണ്. ഇനി പിതാവിലെ വലിയായി നിന്നത് ആരാണോ, അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടോ, അവരേക്ക് പോകുന്ന. അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തിൽ അനന്തരാവകാശ നിയമങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ആണിന്റെ പകുതിയാണ് പെണ്ണിനെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒച്ചവിളി ഉണ്ടാക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിശ്ചയിച്ചത്? ഒന്ന്, പെണ്ണിനൊരിക്കലും കുടുംബത്തിൽ സാമ്പത്തിക ഉത്തരവാദിത്തമല്ല. സാമ്പത്തിക ഉത്തരവാദിത്തം റബ്ബ് നാളെ ചോദ്യം ചെയ്യുക ആണിനോടാണ്. ഇപ്പൊ കിട്ടുന്നത് മുഴുവനും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അത് ഫളലാണ്, അത് എക്സ്ട്രാ ആണ്, അല്ലെ? കാരണം ഇവൾക്ക് എന്തുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിനോടാണ് സാമ്പത്തിക ഉത്തരവാദിത്തം ഒക്കെ ഭർത്താവാണ് ചെയ്യേണ്ടത്. ഇനി ഭാര്യ വഴിക്ക് ഒരു സ്വത്ത് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ബോണസായി കൊണ്ട് കൂട്ടിയാൽ മതി എന്നാണ്. പിന്നെന്തിനാ കുറച്ചു കൊടുത്തത്? ഇനി ഈ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം നേരെ വാപ്പുണ്ടെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ ആങ്ങളുണ്ടെങ്കിൽ ആങ്ങൾ ആങ്ങളേക്കൊണ്ട് വരുന്നു. ആങ്ങളുടെ ഉത്തരവാദിത്തം അതിനാണ് അവളുടെ പകുതി സ്വത്ത് ഇങ്ങോട്ട് തന്നതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഒരു പെണ്ണിന്, ഒരു സഹോദരിക്ക്, ഒരു ഉമ്മാക്ക് ഇസ്ലാം നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ എത്രയാണ്? ഇസ്ലാം നൽകുന്ന പ്രൊട്ടക്ഷൻ എത്രയാണ്? ഇത്രയേറെ ഒരു സ്ത്രീയെ ബഹുമാനിച്ച, ആദരിച്ച, അവളുടെ സുരക്ഷിതത്തിന് വേണ്ടി എല്ലാവിധ പ്ലാനുകളും നൽകിയ ഒരു ആദർശം ലോകത്ത് വേറെയുണ്ടോ? ഇല്ല. ഈ അറിവ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാകണം. പെൺകുട്ടികൾക്ക്, ഇന്ന് വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഈ ഇസ്ലാമിക ആദർശത്തോട് പലപ്പോഴും വിമുഖതയാണ്, പുച്ഛമാണ്. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് ഇസ്ലാം എന്നാണ് അവർ പറയണത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചെറിയ മക്കളാണ്, അവർക്ക് പക്വതയില്ല. മീഡിയകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ പിന്നിൽ ചില ദുഷ്ടലാക്കുകളുണ്ട്. ഈ സുരക്ഷിതത്തിന്റെ എല്ലാവിധ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് ഒരുത്തി പുറത്തെത്തിയാലേ ഇവിടെ പലതും നടക്കുള്ളൂ. ആ സുരക്ഷിതത്തിന്റെ വേലിക്കെട്ട് പൊളിച്ച് ഇറങ്ങിയവരൊക്കെയും ഇന്ന് കണ്ണീര് കുടിക്കുകയാണ്. അത് ഇസ്ലാമിന്റെ മഹത്വമാണ്. ഇസ്ലാം വെച്ച അതിർവരമ്പുകൾ ആരൊക്കെ ലംഘിച്ചിട്ടുണ്ടോ അവരൊന്നും സുരക്ഷിതമായി കൊണ്ട് ജീവിച്ചിട്ട് ചരിത്രമല്ല കൂട്ടരെ. ഇന്നും കണ്ണീര് കുടിക്കുന്നുണ്ടോ? അവിടെ ഇസ്ലാമിന്റെ അള്ള വെച്ച എന്തെങ്കിലും ഒരു നിങ്ങൾ ആലോചിച്ചോളി. ഏതെങ്കിലും വിശുദ്ധ പെണ്ണ്, ഒരാണ് കണ്ണീര് കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും അള്ള വെച്ച ഒരു പരിധി ലംഘിച്ചിട്ടുണ്ടാവും. അത് നല്ലോണം ആലോചിക്കണം. ഈ അവിഹിതങ്ങളൊക്കെ പെരുകുന്നത് എന്തുകൊണ്ടാ? ഇതൊക്കെ ഉള്ളത് കൊണ്ടാ. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നല്ല പെണ്ണെന്ന് പറഞ്ഞ് ആളുകൾക്കൊക്കെ ഭയങ്കര എന്താ പറയാ, നല്ല കുലീനതയുള്ള പെൺകുട്ടിയാണ്, എല്ലാവരും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കുട്ടിയാണ്. പക്ഷെ എന്താ ചെയ്ത്, എന്തുണ്ടായത്? ഒന്നുമില്ല. അവൾ പോലും അറിയാതെ ഒരു അവിഹിതത്തിൽ പോയി പെട്ടു. അവിഹിതത്തിൽ പോയി പെടാനുള്ള കാരണം എന്താ? ഈ പറയപ്പെട്ട നമ്മൾ പറഞ്ഞ കുറെ ബൗണ്ടറി ഉണ്ടല്ലോ, അതിൽ ഏതോ ഒന്ന് ലംഘിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. നമ്മുടെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. ഇത് ഇപ്പിച്ച് ഇങ്ങനെയൊക്കെ പറയണത് എന്റെ കുട്ടീനോടുള്ള വെറുപ്പുണ്ടല്ല, ഇന്നിന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അടിച്ചേൽപ്പിക്കല്ല, ഒരിക്കലും അടിച്ചേൽപ്പിക്കരുതേ പ്രിയമുള്ളവരെ. ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അടിച്ചേൽപ്പിക്കൽ നമ്മുടെ ശൈലിയല്ല. അത് പെൺകുട്ടികളോട് മാത്രമല്ല, ആൺകുട്ടികളോട് മാത്രമല്ല, ദുനിയാവിൽ ഒരാളോടും ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഭാര്യക്ക് കുറച്ച് പ്രശ്നമുണ്ടോ? അടിച്ചേൽപ്പിക്കണ്ട, ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ബോധ്യപ്പെടുത്തുന്നിടത്തേ ആളുകൾ മാറുകയുള്ളൂ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം.
നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകളെല്ലാം കൃത്യമായി കൊണ്ട് പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ കുടുംബം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഈ പ്ലാനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി തൗഫീക്കിന് വേണ്ടി ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകൾ പരീക്ഷണാർത്ഥം മറ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളാരും വ്യസനിക്കണ്ട. ദീനിൽ പരിഹാരങ്ങളുണ്ട്, അത് ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി തഹജ്ജുദിന്റെ വേളയിലൊക്കെ ആ നിലയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഉള്ളവർ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മനസ്സ് മാറ്റാൻ റബ്ബിന് കഴിയും. അതിൽ നമ്മൾ തവക്കലുള്ളവരാവുക. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഫാൾട്ട് വന്നിട്ടുണ്ടോ നമ്മൾ തൗബ ചെയ്യുക. ശിഷ്ടകാല ജീവിതം നന്നാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഒരു മാതാവിന്റെയും പിതാവിന്റെയും പ്രാർത്ഥനയേക്കാൾ ഉപകാരപ്പെടുന്ന ഒരു പ്രാർത്ഥനയും ആ കുട്ടികൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദൗത്യം മനസ്സിലാക്കി, നമ്മുടെ വില മനസ്സിലാക്കി, ഇസ്ലാമിക ആദർശം എന്ന അനുഗ്രഹത്തിന്റെ തോത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ രൂപത്തിൽ അവന്റെ ദീനി കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുവാനും ആ ഉൾക്കൊണ്ടതിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇരു ലോകത്തും ആസ്വദിക്കുവാനും ഒക്കെയുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകൾ കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും മാനസികതകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സുഹൃത്തുക്കളുടെ സഹോദരിമാർ, എല്ലാവരുടെയും വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീന് കേൾക്കുവാനും പറയുവാനും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെയുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ മരണം വരെയും നിലനിർത്തി തരണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.